നമസ്കാരം. പ്രദക്ഷിണം അറ്റ് 5:30 എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രദക്ഷിണം ഡോക്യുമെൻ്ററിയുടെ ഭാഗമായി നമ്മുടെ ആചാരങ്ങളെ പറ്റിയും അനുഷ്ഠാനങ്ങളെ പറ്റിയും ആചാരാനുഷ്ഠാനങ്ങളുടെ ദുരുപയോഗത്തെ പറ്റിയും പറയുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് പ്രദക്ഷിണം അറ്റ് 5:30. ഇത് എല്ലാ ദിവസങ്ങളിലും നമ്മൾ വൈകിട്ട് 5:30 നമ്മൾ ഈ പ്രോഗ്രാം ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിന് പ്രദക്ഷിണം അറ്റ് 5:30 എന്ന് പേരിട്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശിവക്ഷേത്രത്തിൽ എന്തിനാണ് പിൻവിളക്ക് കഴിപ്പിക്കുന്നതെന്നാണ്. അപ്പം നിങ്ങൾക്കറിയാമോന്നറിയില്ല, എന്തിനാണ് പിൻവിളക്ക് കഴിക്കുന്നത് ശിവക്ഷേത്രത്തിൽ? അതെ, പിൻവിളക്ക് ശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് വയ്യിലുള്ള ഒരു വിളക്കാണ്. ആ വിളക്കിൽ കുറച്ച് തിരിയിട്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പിൻവിളക്കാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് അറിയുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. എന്തിനാണ് പിൻവിളക്ക് കഴിക്കുന്നത് എന്നൊക്കെ അറിവും അതിൻ്റെ പ്രാധാന്യവും ആദ്യമൊക്കെ അറിയുന്ന ആൾക്കാരുണ്ടാവും. അവരോടല്ല ഞാൻ പറയുന്നത്, അതറിയാത്ത ആളുകളോടാണ് ഞാൻ പറയുന്നത്. അതായത് പിൻവിളക്ക് നമ്മൾ പോയി ക്ഷേത്രത്തിൽ കാണും, ബോർഡുമ്പോൾ കാണും പിൻവിളക്ക്. ആ പിൻവിളക്ക് കഴിക്കാം. പിൻവിളക്കിന് എത്ര 20 രൂപ 20 രൂപ അടിച്ച് പിൻവിളക്ക് നമ്മൾ കഴിക്കും. അതാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ആ പിൻവിളക്ക് കഴിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പിൻവിളക്കിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ ഗുണം എന്താണ്, ഇതൊന്നും നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം. പിൻവിളക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് എന്തിനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് പറയുന്നത്, നമ്മൾ ശ്രീപാർവതിയെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പിൻവിളക്ക്. ആ പിൻവിളക്ക് തന്നെ ശ്രീപാർവതിയാണ്. ഭഗവാന്റെ എവിടെ ഭഗവാൻ ഇരിക്കുന്നോ അവിടെ ശ്രീപാർവതിയുടെ സാന്നിധ്യം ഉണ്ടാവും. ശ്രീപാർവതിയെ ഉദ്ദേശിച്ചിട്ടാണ് ആ പിൻവിളക്ക് തെളിയിച്ചിരിക്കുന്നത്. അവിടെ പിൻവിളക്ക് 21 ദിവസം തുടർച്ചയായി കഴിക്കുന്നതോടൊപ്പം നമുക്ക് ദാമ്പത്തിക സൗഖ്യം, കുടുംബ ഐശ്വര്യം. ഇനി പ്രണയിതാക്കളാണെങ്കിൽ 21 ദിവസം തുടർച്ചയായി കഴിക്കുമ്പോൾ പ്രണയത്തിന് തടസ്സമില്ലാതെ വിവാഹം കഴിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യം എന്ന് വിചാരിച്ച് എന്നെ തേടിയാരും വരണ്ട. 21 ദിവസം നിങ്ങൾ പിൻവിളക്ക് കഴിച്ചാലും നിങ്ങളെ പ്രണയം വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വബോധത്തോട് പെരുമാറണം. ക്ഷേത്രത്തിൽ പോയി പിൻവിളക്ക് 21 ദിവസം കഴിച്ചിട്ട് വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് വിവാഹത്തിന് വേണ്ടി പിൻവിളക്ക് കഴിക്കാൻ പോയിട്ടൊരു കാര്യമില്ല. നമ്മളതിനു വേണ്ടി പ്രയത്നിക്കുന്നതോടൊപ്പം തന്നെ നമുക്കൊരു ഇൻസ്പിറേഷനായിട്ട് വരുന്ന ഭാഗമാണ് ഈ പിൻവിളക്ക് കാര്യങ്ങളൊക്കെ. നമ്മളെ മനസ്സിന് ഊർജ്ജം നൽകുന്ന സ്ഥലമാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹവും ഊർജ്ജമൊക്കെ തരുന്ന നമ്മളെ ആ നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യുകയാണ് ഇതിൽ കൂടെ ചെയ്യുന്നത്. ഈ ലോകത്തിലെ ദേവന്മാരുടെ ദേവനും ഈ ലോകത്തിൻ്റെ അധിപനുമാണ് ശ്രീപരമേശ്വരൻ. അവിടെ പറഞ്ഞാൽ സാധിക്കാത്തൊരു കാര്യങ്ങളും ഇല്ല. നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക എന്നതാണ് അതിൻ്റെ ഏറ്റവും ഉത്തമമായ കർത്തവ്യവും കടമയും. നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓൾ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ പ്രോഗ്രാമും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.